കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 ഒറ്റഘട്ടമായി നടക്കും. മെയ് 4 വോട്ടെണ്ണൽ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ 2.70 കോടി വോട്ടർമാരും 30,471 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും അന്നേ ദിവസം തന്നെയാണ് വോട്ടെടുപ്പ്. വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുമെന്നും സമാധാനപരമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള CPMന്റെ നിയമസഭാ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. ആകെ 86 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിൽ 56 പേർ നിലവിലെ MLAമാരാണ്. 75 പേർ പാർട്ടി ചിഹ്നത്തിലും 11 പേർ സ്വതന്ത്രരായും ജനവിധി തേടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തും KK ശൈലജ പേരാവൂരിലും PA മുഹമ്മദ് റിയാസ് ബേപ്പൂരിലും മത്സരിക്കും. 25 CPI സ്ഥാനാർത്ഥികളെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രഖ്യാപിച്ചു. മന്ത്രിമാരായ K രാജൻ, P പ്രസാദ്, ചിഞ്ചുറാണി, GR അനിൽ എന്നിവർ വീണ്ടും ജനവിധി തേടും. ഹരിപ്പാട് TT ജിസ്മോനും പറവൂരിൽ ET ടൈസൺ മാസ്റ്ററുമാണ് സ്ഥാനാർത്ഥികൾ. ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശൂരിൽ മത്സരിക്കും. ബഹ്റിനിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിനായി ചാരപ്രവൃത്തി നടത്തിയ 5-അംഗ സംഘത്തെ സുരക്ഷാസേന പിടികൂടി. രാജ്യത്തിന്റെ സുപ്രധാന വിവരങ്ങൾ ചോർത്തുകയും ഭീകരപ്രവർത്തനങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. സംഘത്തിലുള്ള 6-ാമത്തെയാൾ വിദേശത്തേക്ക് കടന്നതായും ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായും അധികൃതർ അറിയിച്ചു. ബഹ്റിനെതിരായ ഇറാൻ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ച പ്രതികൾക്ക് നിയമത്തിലെ പരമാവധി ശിക്ഷ നൽകണമെന്ന് അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടു. രാജ്യം കടുത്ത സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിൽ ശത്രുക്കളെ പിന്തുണച്ചത് രാജ്യദ്രോഹമാണെന്നും ഇവർക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. നാടിനെ ഒറ്റുകൊടുക്കുന്നവർക്ക് ഇതൊരു പാഠമാകണമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. നേപ്പാളിലെ മനകാമനയിൽ ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് 500 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് 7 പേർ മരിച്ചു. അപകടത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 5 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ഗൂർഖ ജില്ലയിൽ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ തീർത്ഥാടകരെയും നേപ്പാളി സ്വദേശികളായ ഡ്രൈവറെയും സഹായിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.